മുറ്റത്തെ അടുക്കള. കരിപുരണ്ട കൈകളും കരുതലിന്റെ അടുപ്പും ചുട്ടുപൊള്ളുന്ന വേനലിലും കുളിരുള്ള മഴയത്തും ഒരു വീടിന്റെ ഐശ്വര്യം പുകയുന്ന ആ പഴയ അടുക്കളയാണ്. ആധുനികതയുടെ പകിട്ടുകൾക്കിടയിലും കളിമണ്ണും സിമന്റും ചേർത്ത് മെനഞ്ഞെടുക്കുന്ന അടുപ്പുകൾക്ക് പറയാൻ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കഥകളുണ്ട്. വെറുമൊരു അടുപ്പ് പണിയുകയല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ രുചിക്കൂട്ടുകൾക്ക് ആധാരശില പാകുകയാണ്. ശ്രദ്ധയോടെയുള്ള ഓരോ അളവുകളും പാരമ്പര്യത്തിന്റെ അടയാളങ്ങളാണ്. അമ്മമ്മമാരുടെ സ്നേഹം വെന്തുപാകമാകുന്ന വിറകുകൊള്ളി കത്തുമ്പോൾ തെറിക്കുന്ന ആ തീപ്പൊരികൾക്ക് വല്ലാത്തൊരു ഊഷ്മളതയുണ്ട്. ആ കൈപുണ്യം ആവാഹിച്ചെടുത്ത അടുപ്പിൽ വെക്കുന്ന കഞ്ഞിക്കലത്തിന് നഗരത്തിലെ ഗ്യാസ് അടുപ്പുകൾക്ക് നൽകാൻ കഴിയാത്തൊരു മണവും ഗുണവുമുണ്ട്. അധ്വാനം വിരിയുന്ന ഇടങ്ങളിൽ ഐശ്വര്യം വസിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വേരുകളെയാണ്. മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യനെയും ആ മണ്ണിൽ നിന്നുയരുന്ന സ്നേഹത്തിന്റെ ഗന്ധത്തെയുമാണ്. കരിങ്കല്ലും ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ച് പടിപടിയായി അടുക്കള രൂപപ്പെടുന്ന രീതി ഇതിൽ കാണാം. ലാളിത്യവും ആധുനികതയും സമന്വയിക്കുന്ന നിർമ്മാണം. ഒരു വീടിന്റെ ഹൃദയം അതിന്റെ അടുക്കളയാണ്. ഉറപ്പുള്ള കരിങ്കല്ലും സിമന്റും ഉപയോഗിച്ചാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അടുപ്പിന്റെയും സ്ലാബുകളുടെയും ഭാരം താങ്ങാൻ സഹായിക്കുന്നു. ചിട്ടയായ പ്ലാനിംഗ്. ഓരോ അടുപ്പും എവിടെ വരണമെന്നും വിറക് സൂക്ഷിക്കാനുള്ള സ്ഥലം, സിങ്ക് എന്നിവയുടെ കൃത്യമായ അളവുകൾ നേരത്തെ തന്നെ നിശ്ചയിച്ച് അടയാളപ്പെടുത്തുന്നത് ആധുനിക സൗകര്യങ്ങൾക്കൊപ്പം തന്നെ നാടൻ തനിമ നിലനിർത്തുന്ന മുറ്റത്തെ അടുക്കള ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു.
നാടൻ അടുപ്പുകൾ. പ്രൊഫഷണൽ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അടുപ്പുകൾ വിറക് പാഴാക്കാതെയും പുകശല്യം കുറച്ചും ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. പരുക്കൻ നിർമ്മാണത്തിന് ശേഷം സിമന്റ് തേച്ച് മിനുക്കി ഈ അടുക്കളയെ കൂടുതൽ ആകർഷകമാക്കിയിരിക്കുന്നു. വിസ്താരമേറിയ പാചക ഇടം. വിറക് കത്തിക്കുന്നതിനൊപ്പം തന്നെ ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ള സൗകര്യം. വൃത്തിയാക്കാൻ എളുപ്പമുള്ള സ്ലാബുകളും ടൈലുകളും. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ആഘോഷവേളകളിലും വലിയ പാചകങ്ങൾക്കും ഇത്തരമൊരു അടുക്കള ഏറെ ഉപകാരപ്പെടും. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ലാളിത്യവും പുതിയ കാലത്തെ സൗകര്യങ്ങളും ഒത്തുചേരുന്ന ഈ നിർമ്മാണ രീതി തീർച്ചയായും പ്രശംസനീയമാണ്.